ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ശ്രേഷ്ഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർമ്മദോഷ നിവാരണം, സുഖശ്രേഷ്ഠ ജീവനം. ഇന്നത്തെ നമ്മുടെ വിഷയം യോഗി അവയോഗി എന്നാണ്. അതിനു മുമ്പ് നമ്മുടെ സംസ്കാരത്തിൽ പറഞ്ഞിട്ടുള്ള ഷഡ്വൈരികൾ ഏതെല്ലാമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? കാമ, ക്രോധ, മത, മോഹ, ലോഭ, മാത്സര്യം എന്നീ 6 ഭാവങ്ങളാണ് ഷഡ്വൈരികൾ എന്ന് പറയുന്നത്. നമ്മുടെ ശത്രുക്കളാണ് അല്ലേ? അപ്പൊ ഈ 6 ശത്രുക്കളെയും നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ജ്ഞാനത്തിലേക്കും അതുവഴി മോക്ഷത്തിലേക്കും നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നത്. അപ്പം നമ്മൾ പൂജാ കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം നിറവേറുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്നതിന് മുമ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഗണപതിയുടെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് തേങ്ങ ഉടയ്ക്കാറുണ്ട് അല്ലേ? അപ്പം അതെന്തിനാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം അതിൻ്റെ ശാസ്ത്രീയത എന്താണ്? അവിടെ ആ തേങ്ങ ഉടയ്ക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾ അഷ്ടമിരോഹിണി, നവരാത്രി തുടങ്ങിയിട്ടുള്ള നമ്മുടെ മെയിൻ പൂജകളിലൊക്കെ നമ്മൾ തേങ്ങ ഉടയ്ക്കാറുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരത്തെ, ഈഗോ അല്ലേ? അപ്പം അത് ഉടയ്ക്കുകയാണ്. അവിടെ തേങ്ങ എന്നുള്ളൊരു സങ്കല്പം വെച്ച് നമ്മുടെ അഹങ്കാരത്തെ ഉടയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം ആ ഒരു സങ്കല്പം വെച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തേങ്ങ ഉടയ്ക്കേണ്ടത്. അപ്പം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ അഹങ്കാരം എന്നുള്ളത് ഇല്ലാതാവുന്നു. അഹങ്കാരം ഇല്ലെങ്കിൽ മാത്രമേ എന്തിലേക്കുള്ള വഴിയുള്ളൂ? ജ്ഞാനത്തിലേക്കുള്ള വഴിയുള്ളൂ. ജ്യോതിഷം പോലെയുള്ള ഏതൊരു ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഈ അഹങ്കാരത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അത്ര പ്രാധാന്യമുണ്ടോ ഈ വിഷയത്തിന് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അത്ര തോന്നിയിട്ടില്ല. എങ്കിൽ ഇതുപോലെ വീഡിയോയിൽ കമൻ്റായിട്ട് കണ്ടു, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ യോഗി അവയോഗി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് യോഗി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 93.20 പ്ലസ് സൂര്യൻ്റെ ഡിഗ്രി പ്ലസ് ചന്ദ്രൻ്റെ ഡിഗ്രി, ഇതെല്ലാം കൂടെ നോക്കുക. അപ്പം നമുക്കറിയാം നമ്മുടെ ഒരു രാശിചക്രം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണെന്ന് അറിയാം. അപ്പോൾ ഈ കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് 360 കൂടുതലായിട്ടുള്ളൊരു നമ്പർ ആണെങ്കിൽ 360 ആ നമ്പർ വെച്ച് മൈനസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. അപ്പോൾ ഇവിടെ സൂര്യൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞു, ചന്ദ്രൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ സ്ഫുടം എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സൂര്യൻ്റെ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതൊരു ജനന ചാർട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ D1 ചാർട്ടിൽ സൂര്യൻ കന്നി രാശിയിലാണ്. അപ്പോൾ കന്നി രാശിയിൽ ഏത് ഡിഗ്രിയാണ് സൂര്യൻ്റേതെന്ന് നോക്കുക. അപ്പൊ നമുക്കറിയാം ഒരു രാശി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പൊ ഈ കന്നി രാശി എന്ന് പറയുന്നത് 150നും 180ലുമുള്ള ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും. അപ്പൊ അത് കറക്റ്റായിട്ട് എക്സാക്റ്റ് ആ സ്ഫുടം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സൂര്യ ഡിഗ്രി എടുക്കുക. അതേപോലെ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ ചന്ദ്രൻ എന്ന് പറയുന്നത് മീനം രാശിയിലാണ്. അപ്പൊ അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 330 360 ഇടയിലാണ്. അപ്പൊ ഈ 2 നമ്പറുകൾ കൂടെ 93.20 കൂടെ ആഡ് ചെയ്യുക. അപ്പം അങ്ങനെ ഈ 3 നമ്പറും ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. അപ്പോൾ അതിൽ എന്താ ചെയ്യേണ്ടത്? 360 കൂടുതലാണെങ്കിൽ ഈ നമ്പറുമായിട്ട് മൈനസ് ചെയ്യണം. അല്ലെങ്കിൽ ആ നമ്പർ നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇത് പ്രകാരം ചെയ്യുമ്പോൾ ഇവിടെ സൂര്യൻ്റെ ഡിഗ്രിയും ചന്ദ്രൻ്റെ ഡിഗ്രിയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇവിടെ മൂലം നക്ഷത്രത്തിലാണ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ മൂലമാണ് ഈ ഒരു ജാതക പ്രകാരമുള്ള നമുക്ക് ഈ കാൽക്കുലേഷനൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. കാൽക്കുലേഷനെ കുറിച്ച് കൂടുതൽ തലവേദന വേണ്ട അല്ലേ? ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. നമുക്ക് കൂടെ ചിലപ്പോൾ എന്തെങ്കിലും കെയർലെസ് മിസ്റ്റേക്ക് വരും അല്ലേ? പക്ഷെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യും. പ്രെഡിക്ഷൻ മാത്രമാണ് സോഫ്റ്റ്വെയറിൽ നിന്ന് എടുക്കരുത് എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ കാൽക്കുലേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. അപ്പം ഇങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് പറയുന്നത് മാത്രം. അപ്പോൾ ഇവിടെ യോഗി എന്നുള്ളത് ഈ ഒരു നക്ഷത്രം കിട്ടി. അപ്പോൾ മൂലം എന്നുള്ള നക്ഷത്രം കിട്ടി. അപ്പം നമ്മുടെ യോഗി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? യോഗിയുടെ അധിപൻ, അതായത് ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് കേതുവാണ്. അപ്പോൾ കേതു നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ജാതക പ്രകാരം കേതു അധിപനായിട്ട്, അതായത് മൂലമുണ്ട്, ബാക്കിയുള്ള കേതുവിന്റെ നക്ഷത്രങ്ങൾ 2 നക്ഷത്രങ്ങളും കൂടെ ഉണ്ട്. അശ്വതി, മകം, മൂലം എന്നിങ്ങനെ 3 നക്ഷത്രങ്ങളാണല്ലോ കേതുവിന് സ്വന്തമായിട്ടുള്ളത്. അപ്പൊ ഈ 3 നക്ഷത്രങ്ങളിലും വേറെ ഗ്രഹങ്ങളൊക്കെ, വേറെ ഏതെങ്കിലും ഗ്രഹങ്ങൾ വരികയാണെങ്കിൽ എന്താണ്? നമുക്കത് അനുകൂലമായിട്ടുള്ളതാണെന്ന് പറയാം. അതാണ് യോഗി
കൊണ്ട് ഗുണം, യോഗി എന്ന് പറയുമ്പോൾ ഗുണവും അവയോഗി എന്ന് പറയുമ്പോൾ നമുക്ക് ഗുണം തീരെ തരാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ യോഗി എന്ന് പറഞ്ഞിട്ടുള്ള കേതുവിന്റെ ഈ ഒരു പർട്ടിക്കുലർ ജാതകത്തിൽ കേട്ടോ, അപ്പൊ ഈ ഒരു പോയിന്റ് എവിടെയാണ് വരുന്നത്, ആ നക്ഷത്രാധിപൻ ഏതാണെന്ന് നോക്കുക. അതിന്റെ വേറെ നക്ഷത്രങ്ങളിലും എന്ത് വരണം, യോഗി എന്ന് പറയുമ്പോൾ ആ ഗ്രഹങ്ങൾ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പൊ അവയോഗി എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 180 ഡിഗ്രിയിൽ 180 ഡിഗ്രി, ഇപ്പൊ മൂലത്തിന് 180 ഡിഗ്രിയിൽ ഏത് ഗ്രഹമാണ് നിൽക്കണമെന്ന് നോക്കുക. അപ്പൊ അത് എന്ന് പറയുന്നത് ഇവിടെ തിരുവാതിര വരും. അപ്പൊ തിരുവാതിര എന്ന് പറയുന്നത് രാഹുവിന്റെ നക്ഷത്രമാണ്. അപ്പൊ രാഹുവിന്റെ നക്ഷത്രത്തിൽ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണത്, അവയോഗിയാണ്. അപ്പൊ ഇങ്ങനെയാണ് യോഗി അവയോഗി എന്നുള്ള ടേം മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം എന്താന്ന് വെച്ചാൽ നമ്മുടെ ജാതകത്തിൽ അവരവരുടെ ജാതകത്തിൽ അപ്പൊ യോഗിയായിട്ടുള്ള ആ നക്ഷത്രത്തിന്റെ അധിപന്റെ ആ നക്ഷത്രങ്ങൾ മെയിൻ ആയിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദശ വരുമ്പോൾ യോഗഫലങ്ങൾ തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൂലമാണല്ലോ ഇവിടെ, അപ്പൊ ലഗ്നം എന്ന് പറയാം, ധനുരാശിയിലെ മൂലം നക്ഷത്രത്തിലാണ് ലഗ്നം വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ നല്ല ചിന്തകളാണ്, അവിടെ ഒരു ക്രൂക്കഡ് മൈൻഡ് ഒന്നും വരില്ല, നല്ല ധാർമ്മികമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള കഴിവുണ്ടാവും. കാരണം എന്താണ്, യോഗം തരണ ഒരു നക്ഷത്രത്തിലാണ് ലഗ്നം തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ അത് പോസിറ്റീവായിട്ട് എടുക്കാം. അതേസമയം അവയോഗിയിലാണ് വന്നിട്ടുള്ളത് എങ്കിൽ എന്താണ്, ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് ലഗ്നം പോകും. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഏത് ഗ്രഹങ്ങളാണോ ഈ ഒരു പർട്ടിക്കുലർ ജാതകത്തിൽ ഏത് ഗ്രഹങ്ങളൊക്കെയാണ് രാഹുവിന്റെ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അത് അവയോഗിയായിട്ടും കേതുവിന്റെ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രഹങ്ങളാണെങ്കിൽ അത് യോഗിയായിട്ടും ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ദശ വരുമ്പോൾ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടാണോ ഗുണങ്ങൾ വരണത് എന്നുള്ളതിന് നോക്കാനുള്ള ഒരു ചെറിയൊരു പോയിന്റ് മാത്രമാണ് യോഗി അവയോഗി എന്നുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.